ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കൂൾ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഫ്രണ്ട്സ്, 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ 3ാമത്തെ ചാപ്റ്റർ വൈദ്യുത കാന്തിക പ്രേരണം, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിൻ്റെ 6ാമത്തെ എപ്പിസോഡിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇല്ല എങ്കിൽ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകളുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കാണുക. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം ട്രാൻസ്ഫോമറാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കിയാണ് ട്രാൻസ്ഫോമർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ട്രാൻസ്ഫോമർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നിങ്ങളുടെ സ്കൂളിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ റോഡ് സൈഡിലൊക്കെ ഇരിക്കുന്ന ട്രാൻസ്ഫോമർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഏത് ട്രാൻസ്ഫോമർ ആണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ ട്രാൻസ്ഫോമർ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്തിനാണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് എന്നാണ്. എ സി വോൾട്ടേജിനെ അതിൻ്റെ പവറിൽ വ്യത്യാസം വരാതെ ആവശ്യത്തിന് കൂട്ടുവാനും, മീൻസ് ഉയർത്തുവാനും, അതുപോലെ ആവശ്യത്തിന് താഴ്ത്തുവാനും വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. എ സി വോൾട്ടേജിനെ ആവശ്യാനുസരണം ഉയർത്തുന്നതിനും താഴ്ത്തുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏതെന്ന് പറയുന്നത്? ട്രാൻസ്ഫോമറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, പവറിൽ വ്യത്യാസമില്ലാതെ എ സി വോൾട്ടേജിനെ ആവശ്യത്തിന് ഉയർത്തുന്നതിനും താഴ്ത്തുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏതെന്ന് പറയാം? ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് എ സി വോൾട്ടേജ് ഓർ ഡിക്രീസിങ് എ സി വോൾട്ടേജ് വിത്തൗട്ട് ചേഞ്ച് പവറിൽ വ്യത്യാസമില്ലാതെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമർ രണ്ട് തരം ട്രാൻസ്ഫോമർ ഉണ്ട്. ഒന്ന് എ സി വോൾട്ടേജിനെ ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ, ടു ഇൻക്രീസിങ് ദി എ സി വോൾട്ടേജിനെ ഉയർത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയും. നമ്മുടെ വീടുകളിലൊക്കെ ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്നു. ചിലപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടാവും. സ്റ്റെപ്പ് അപ്പ് എന്ന് നമ്മൾ ചുരുക്കി പറയാം. ആ സ്റ്റെപ്പ് അപ്പ് എന്താണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്. അത് നമ്മൾ ചുരുക്കി സ്റ്റെപ്പ് അപ്പ് എന്നാണ് വിളിക്കാറുള്ളത്. അതുപോലെ വോൾട്ടേജ് താഴ്ത്തുന്നതിന് വേണ്ടിയിട്ട് ഡിക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണ് ഏതെന്ന് പറയുന്നത്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട കാര്യം ഒന്നാമത് നമ്മൾ പറഞ്ഞു. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ സി വോൾട്ടേജിനെ ഉയർത്താനും താഴ്ത്താനും ഉപയോഗിക്കുന്ന ഉപകരണമാണ്. രണ്ടാമത്തെ കാര്യം സൂചിപ്പിക്കാനുള്ളത്, ട്രാൻസ്ഫോമർ എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, രണ്ട് ട്രാൻസ്ഫോമർ ഉണ്ടല്ലോ, ആ ട്രാൻസ്ഫോമർ ഒക്കെ പ്രവർത്തിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന തത്വത്തിലാണ്. അപ്പോൾ ട്രാൻസ്ഫോമർ വർക്ക്സ് ഇൻ എ മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്? ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ വിശദമായി ഡിസ്കസ് ചെയ്തു. അവിടെ നമ്മൾ രണ്ട് കോയിലൊക്കെ വെച്ചുകൊണ്ട് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി കാണുക. ഓക്കെ, ദെൻ മൂന്നാമതായിട്ട് പറയാനുള്ളത്, ട്രാൻസ്ഫോമർ എ സിയിൽ മാത്രമാണ് പ്രവർത്തിക്കുകയുള്ളൂ. ഈ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കി വെക്കാം. എ സിയിൽ മാത്രമാണ് ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുകയുള്ളൂ. ഇനി നമ്മൾ ട്രാൻസ്ഫോമറിലേക്ക് പോവാണ്. രണ്ട് ട്രാൻസ്ഫോമർ പഠിക്കാനുണ്ട്. ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുമാണ്. നമുക്ക് ആദ്യം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഒന്ന് പഠിക്കാം. ഓക്കെ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. എന്തിനാ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കാം? എ സി വോൾട്ടേജിനെ ഉയർത്താൻ, അല്ലെ? എ സി വോൾട്ടേജിനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഉയർത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഉപയോഗിക്കുന്നത് നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ഫിഗർ. ഇത് ഒന്ന് കൃത്യമായി മനസ്സിലാക്കാം. എന്തൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ ഭാഗമായിട്ട് പറയാനുള്ളത് ഈ ഭാഗമാണ്. ഓക്കെ, എന്തത് സാധനം? ഇതിന് ഇംഗ്ലീഷിൽ പറയും സോഫ്റ്റ് അയൺ എന്നാണ് പറയുക. സോഫ്റ്റ് അയൺ കോർ എന്നും പറയാറുണ്ട്. സോഫ്റ്റ് അയൺ കോർ മനസ്സിലായല്ലോ? സോഫ്റ്റ് അയൺ കോർ മലയാളത്തിൽ പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ പറയുക മലയാളത്തിൽ? പച്ചിരുമ്പ് കോർ. ഓക്കെ, പച്ചിരുമ്പ് കോർ. അപ്പോൾ ഒന്നാമത്തെ ഭാഗം മനസ്സിലായി, എന്താണ്? പച്ചിരുമ്പ് കോറാണ്. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് വരികയാണ്. ഇതാണ് എൻ്റെ
ഇതൊരു കമ്പി ചുരുളാണല്ലോ, കാണാൻ പറ്റുമല്ലോ അല്ലേ. ഇതെന്ത് കമ്പിയാണ്? കോപ്പർ ഉപയോഗിച്ചുള്ള കമ്പിയാണ്. എന്താണ്? ഇൻസുലേറ്റഡ് കോപ്പർ വയറാണ്. മലയാളത്തിൽ പറഞ്ഞാൽ കവചിതമായ കോപ്പർ കമ്പിയാണ്. നമ്മൾ ട്രാൻസ്ഫോമറിലേക്ക് വൈദ്യുതി അങ്ങോട്ട് കൊടുക്കുന്ന ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി കോയിൽ എന്ന് പറയും. എന്താ പറയുക? പ്രൈമറി കോയിൽ. പറഞ്ഞേ, പ്രൈമറി കോയിൽ. ട്രാൻസ്ഫോമറിലേക്ക് വൈദ്യുതി അങ്ങോട്ട് കൊടുക്കുന്ന ഭാഗമാണ് എന്താ പറയുക? പ്രൈമറി കോയിൽ. ഇതിനെ വിളിക്കുന്ന വേറൊരു പേര് കൂടിയുണ്ട്. എന്താണെന്നറിയോ? ഇൻപുട്ട്. ഓക്കെ, ഇൻപുട്ട് എന്ന് പറയും. എന്താ പറയുക? ഇൻപുട്ട് എന്ന് പറയും. അങ്ങോട്ട് കൊടുക്കുന്ന എന്താ പറയുക? ഇൻപുട്ട്. ഇപ്പോൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് ഇൻപുട്ട്. എല്ലാവർക്കും അറിയാം അല്ലേ? കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ അങ്ങോട്ട് കൊടുക്കുന്ന ഉപകരണമാണ് ഇൻപുട്ട് ഡിവൈസുകൾ എന്ന് പറയും അല്ലേ. അപ്പോൾ പ്രൈമറി കോയിൽ എന്ന് പറയുന്നു നമ്മുടെ ട്രാൻസ്ഫോമറിലേക്ക് അങ്ങോട്ട് വൈദ്യുതി കൊടുക്കുന്ന ഭാഗമാണ് എന്താ പറയുക? പ്രൈമറി കോയിൽ, അതായത് ഇൻപുട്ട് എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കുക. ട്രാൻസ്ഫോമറിന് പുറത്തേക്ക് വൈദ്യുതി വരുന്ന ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി കോയിൽ. സെക്കൻഡറി കോയിൽ. സെക്കൻഡറി കോയിൽ. മറ്റൊരു പേരെന്തായിരിക്കും? ഔട്ട്പുട്ട്. ഓക്കെ, എന്താണ്? ഔട്ട്പുട്ട്. റെഡി. അപ്പോൾ ഇൻപുട്ട് പറഞ്ഞു, ഔട്ട്പുട്ട് പറഞ്ഞു അല്ലേ. പ്രൈമറി കോയിൽ പറഞ്ഞു, സെക്കൻഡറി കോയിൽ പറഞ്ഞു. ഇപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, ഇനി ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട് നമുക്ക് 4 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ 3 കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നെ കിട്ടും. 3 കാര്യങ്ങൾ ഇവിടെ തന്നെ കിട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞു എന്തിനാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുക? താഴ്ന്ന വോൾട്ടേജിനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കാം? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ വോൾട്ടേജ് കുറവ് കൊടുത്താൽ നമുക്ക് എന്ത് തരും? കൂടിയ വോൾട്ടേജ് തരും. ഏതെന്ന് പറയുന്നത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട് 4 കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. നമുക്ക് പ്രൈമറിയിൽ കുറഞ്ഞ വോൾട്ടേജ് കൊടുത്താൽ സെക്കൻഡറിയിൽ കൂടിയ വോൾട്ടേജ് കിട്ടും. സെക്കൻഡറിയിൽ കൂടിയ വോൾട്ടേജ് കിട്ടും അല്ലേ. അതാണല്ലോ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പ്രൈമറിയിലാണോ സെക്കൻഡറിയിലാണോ വോൾട്ടേജ് കൂടുതൽ? നമ്മളിവിടെ പ്രൈമറിയിൽ കുറഞ്ഞ വോൾട്ടേജ് കൊടുക്കുമ്പോൾ സെക്കൻഡറിയിൽ കൂടിയ വോൾട്ടേജ് കിട്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, അപ്പോൾ എവിടെ ഇപ്പോൾ വോൾട്ടേജ് കൂടുതൽ? പ്രൈമറിയിലാണോ സെക്കൻഡറിയിലാണോ? യെസ്, നിങ്ങൾക്കറിയാം ആൻസർ എവിടെയാണ്? സെക്കൻഡറിയിലാണ് അല്ലേ. സെക്കൻഡറിയിലല്ലേ വോൾട്ടേജ് കൂടുതൽ? മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ കുറഞ്ഞ വോൾട്ടേജ് കൊടുത്തു, ഇവിടെ കൂടിയ വോൾട്ടേജ് കിട്ടി. അപ്പോൾ എവിടെ വോൾട്ടേജ് കൂടുതൽ? സെക്കൻഡറിയിലാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അതാണ്. എന്താ അറിയോ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ പോയിന്റാണിത്. സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറിയേക്കാൾ കൂടുതലായിരിക്കും. എന്താണ്? സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറിയേക്കാൾ കൂടുതലായിരിക്കും. എന്താ പറയുക? സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറിയേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, റെഡി ആയല്ലോ. സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറിയേക്കാൾ കൂടുതലായിരിക്കും. അത് ഒന്നാമത്തെ പോയിന്റ് കേട്ടോ. എവിടെയാണോ വോൾട്ടേജ് കൂടുതൽ ഉണ്ടെങ്കിൽ അവിടെ തെറ്റിപ്പോയതാണ്, ചുറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും. ചുറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും. നോക്കി, ഇവിടെ കുറച്ച് ചുറ്റിയിട്ടുള്ളൂ അല്ല, ഇവിടെ കമ്പിച്ചുള്ള എണ്ണം എന്താണ്? കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി പറയാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറിയേക്കാൾ കൂടുതലാണ്. സെക്കൻഡറി വോൾട്ടേജ് ഈസ് ഹയർ ദാൻ ദി പ്രൈമറി വോൾട്ടേജ്. ഇംഗ്ലീഷ് മീഡിയക്കാർ ശരിയായല്ലോ. സെക്കൻഡറി വോൾട്ടേജ് ഈസ് ഹയർ ദാൻ ദി പ്രൈമറി വോൾട്ടേജ്. രണ്ടാമത്തെ പോയിന്റ് ആ വോൾട്ടേജ് കൂടുമായി ബന്ധപ്പെട്ടാണ്. എവിടെ വോൾട്ടേജ് കൂടുതൽ? സെക്കൻഡറിയിലല്ലേ. അവിടെ എന്ത് കൂടുതലായിരിക്കും? കമ്പിച്ചുറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ അടുത്ത പോയിന്റ് കിട്ടി. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? രണ്ടാമത്തെ പോയിന്റ് വെറുതെ വരയ്ക്കുന്നുള്ളൂ കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? സെക്കൻഡറി കമ്പിച്ചുറ്റുകളുടെ എണ്ണം പ്രൈമറിയേക്കാൾ കൂടുതലാണ്. സെക്കൻഡറി കമ്പിച്ചുറ്റുകളുടെ എണ്ണം പ്രൈമറിയേക്കാൾ കൂടുതലാണ്. മനസ്സിലായല്ലോ. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി ഈസ് മോർ ദാൻ ദി നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. മനസ്സിലായി പറയാൻ വിചാരിക്കുന്നു. എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഈസ് മോർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. റെഡിയാണല്ലോ. അപ്പോൾ സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം പ്രൈമറിയേക്കാൾ കൂടുതലാണ്. 2 പോയിന്റ് കിട്ടി. ഇപ്പോൾ 2 പോയിന്റിനെ സെക്കൻഡറി മുന്നിട്ടിക്കാണ് അല്ലേ. പ്രൈമറിയേക്കാളും 2 പോയിന്റ് കൂടുതലാണ്. ഏതൊക്കെ കൂടുതൽ? വോൾട്ടേജ് കൂടുതലാണ്. വോൾട്ടേജ് കൂടിയിട്ട് ചുറ്റികളുടെ എണ്ണം എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, റെഡി ആണല്ലോ. മനസ്സിലാകണം. ചുറ്റിക്കളി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ വോൾട്ടേജ് കൂടുതലായതുകൊണ്ട് ഇവിടെ ചുറ്റിക്കളി കൂടുതലാണ് എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. അടുത്ത 2 പോയിന്റിലേക്ക് വരാം. നോക്കിയും ഇതിലേക്ക് ചിത്രം നോക്കിയും. ഞാൻ ഈ വരച്ചപ്പോൾ കുറച്ച് കട്ടി കൂടുതലില്ലേ ഇവിടെ അല്ലേ? കട്ടി കൂടുതൽ വരച്ചുകളോ? ഇവിടെ കട്ടി കൂടുതലുണ്ടോ? ഇവിടെ കുറവല്ലേ? അപ്പോൾ ഇതാണ് അടുത്ത പോയിന്റ്. എന്താണ് അടുത്ത പോയിന്റ്? അപ്പോൾ യെസ് പറഞ്ഞോളേ. ഇതേതാ കമ്പിച്ചുറ്റുകളെ?
പ്രൈമറി. ഇതിൻ്റെ കമ്പിച്ചുറ്റുകൾ സെക്കൻഡറി. ഏതാ കട്ടി കൂടിയത്? പ്രൈമറിയിൽ. അപ്പോൾ അടുത്ത പോയിന്റ് കിട്ടി. എന്താ അടുത്ത പോയിന്റ് പറഞ്ഞോളീം? എസ് പ്രൈമറി കമ്പിച്ചുറ്റുകളുടെ കനം, പ്രൈമറി കമ്പിച്ചുറ്റുകളുടെ കനം സെക്കൻഡറിയേക്കാൾ കൂടുതലാണ്. പ്രൈമറി കമ്പിച്ചുറ്റുകളുടെ കനം സെക്കൻഡറിയേക്കാൾ കൂടുതലാണ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? പ്രൈമറി കമ്പിച്ചുറ്റുകളുടെ കനം സെക്കൻഡറിയേക്കാൾ കൂടുതലാണ്. ദ തിക്നെസ് ഓഫ് ദി പ്രൈമറി കോയിൽ, എന്ത്? തിക്നെസ് ഓഫ് ദി പ്രൈമറി കോയിൽ ഈസ് ഹയർ ദാൻ ദി തിക്നെസ് ഓഫ് ദി സെക്കൻഡറി കോയിൽ. റെഡിയാണല്ലോ? തിക്നെസ് ഓഫ് ദി പ്രൈമറി കോയിൽ ഈസ് ഹയർ ദാൻ ദി തിക്നെസ് ഓഫ് ദി സെക്കൻഡറി കോയിൽ. ഓക്കെ, റെഡിയാണല്ലോ? പ്രൈമറി കോയിലിൻ്റെ കമ്പിച്ചുള്ള കനം കൂടുതലാണ്. അടുത്ത പോയിന്റ്, ഈ കനം കൂടിയ ഭാഗത്ത് കറണ്ട് കൂടും കേട്ടോ. കനം കൂടിയ ഭാഗത്ത് എന്ത് കൂടും? കറണ്ട് കൂടും. ഓക്കെ, അപ്പോൾ ഇവിടെ കറണ്ട് കൂടുക, ഇവിടെ കറണ്ട് കൂടും. ഇതേതാണ്? പ്രൈമറി കോയിൽ. ഇതേതാ? സെക്കൻഡറി കോയിൽ. അപ്പോൾ കറണ്ട് ഇവിടെ കൂടുതലേ അല്ലേ? അപ്പോൾ നമ്മൾ എന്തെങ്ങനെ പറയാം? പ്രൈമറി കറണ്ട് അങ്ങനെ പറയാം. പ്രൈമറി കറണ്ട് ഈസ് ഹയർ ദാൻ ദി സെക്കൻഡറി കറണ്ട്. പ്രൈമറി കറണ്ട് ഈസ് ഹയർ ദാൻ ദി സെക്കൻഡറി കറണ്ട്. ഓക്കെ, അപ്പോൾ നാലാമത്തെ പോയിന്റ് കിട്ടി നമുക്ക്. എന്താണ്? പ്രൈമറി കറണ്ട് ഈസ് ഹയർ ദാൻ ദി സെക്കൻഡറി കറണ്ട്. പ്രൈമറി കമ്പിച്ചുറ്റുകളുടെ കറണ്ട് അല്ലെങ്കിൽ പ്രൈമറിയിലെ കറണ്ട് സെക്കൻഡറിയേക്കാൾ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമർ ചിത്രം മനസ്സിൽ കൊണ്ടുവരിക. ആദ്യം ഒരു കമ്പിച്ചുറ്റ്, ഒരു പച്ചിരുമ്പ് കോറ്. റെഡിയാണല്ലോ? സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ കേട്ടോ. അപ്പോൾ പ്രൈമറിയിൽ ചുറ്റുകളുടെ എണ്ണം കുറവാണ്, അതുപോലെ കമ്പിച്ചുറ്റിൻ്റെ കനം കൂടുതലാണ്. സെക്കൻഡറിയിൽ എന്താണ്? കമ്പിച്ചുറ്റുകളുടെ കനം കൂടുതലാണ്, കനം കുറവാണ്, എണ്ണം കൂടുതലാണ്. ആ ചിത്രം മനസ്സിൽ കൊണ്ടുവന്ന് നോക്കൂ. റെഡി ആയിട്ട് ഒരു കണ്ണടച്ച് കൊണ്ട് നോക്കുക. ഒരു പച്ചിരുമ്പ് കോറ്. പ്രൈമറിയിൽ കമ്പിച്ചുറ്റുകളുടെ എണ്ണം കുറവാണ്, കനം കൂടുതലാണ്. സെക്കൻഡറിയിൽ എണ്ണവും കൂടുതലാണ്, കനവും കുറവാണ്. അല്ലേ? മനസ്സ് കൊണ്ടുവന്നില്ലേ? യെസ്. ഇത് മാത്രം പഠിച്ചാൽ എന്ത് ചെയ്യുന്ന അറിയാം? ഇത് പഠിച്ചാൽ സ്റ്റെപ്പ് ഡൗൺ ഫ്രീ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. പഠിക്കാതെ തന്നെ എഴുതാൻ പറ്റും. നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പോൾ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് വരിക. അതുകൊണ്ട് ഇത് ശരിക്കും ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. റെഡിയല്ലോ? ഇനി നമ്മൾ പോയിന്റ് ഒന്ന് പറഞ്ഞു നോക്കുക. ഒന്നുകൂടി പറഞ്ഞു നോക്കുക. എന്താ പോയിന്റ്? ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡറിയിലെ വോൾട്ടേജ് പ്രൈമറിയേക്കാൾ കൂടുതലാണ്. വോൾട്ടേജ് ഇൻ ദി സെക്കൻഡറി ഈസ് ഹയർ ദാൻ ദി പ്രൈമറി. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, വോൾട്ടേജ് കൂടി ചുറ്റിക്കളി കൂടും അല്ലേ? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി കോയിൽ ഈസ് ഹയർ ദാൻ ദി പ്രൈമറി. സെക്കൻഡറി കമ്പിച്ചുറ്റുകളുടെ എണ്ണം പ്രൈമറിയേക്കാൾ കൂടുതലാണ്. മൂന്നാമത്തത് ഇവിടെ അല്ലേ? എന്താണ്? പ്രൈമറി കമ്പിച്ചുറ്റിൻ്റെ കനം കൂടുതലാണ്, പ്രൈമറിയിലെ കറണ്ട് കൂടുതലാണ്. റെഡിയാണല്ലോ? ഈ 4 കാര്യങ്ങളാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലേക്കാണ് പോകുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കൂടിയ എ സിയെ, അതായത് ഉയർന്ന എ സിയെ കുറഞ്ഞ എ സി ആക്കി മാറ്റാൻ, അല്ലെങ്കിൽ താഴ്ന്ന എ സി ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇവിടെയൊക്കെ ശ്രദ്ധിക്കണം, കൂടിയ എ സി വൈദ്യുതിയെ കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് പവറിൽ എന്തുണ്ടാകാൻ പാടില്ല? യാതൊരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ പവറിൽ വ്യത്യാസമില്ലാതെ കൂടിയ എ സി വോൾട്ടേജിനെ കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏതെന്ന് പറയുക? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. നേരത്തെ പഠിച്ച അതേ കാര്യങ്ങൾ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ വരിക. ഓക്കെ, ട്രാൻസ്ഫോമറിലേക്ക് വൈദ്യുതി അങ്ങോട്ട് കൊടുക്കുന്ന കോയിലിനെ നമ്മൾ എന്താ വിളിക്കുക? പ്രൈമറി കോയിൽ. ഓക്കെ, പ്രൈമറി കോയിൽ. പ്രൈമറി വരച്ചു ഇവിടെ. ഓക്കെ, പ്രൈമറി കോയിൽ വരച്ചു. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത് പറയുക? ഇൻപുട്ട് എന്ന് പറയും. ട്രാൻസ്ഫോമറിൽ നിന്ന് പുറത്തേക്ക് വൈദ്യുതി എടുക്കുന്ന ഭാഗത്ത് നമ്മൾ എന്ത് പറയുന്നു? സെക്കൻഡറി കോയിൽ അല്ലേ? സെക്കൻഡറി കോയിൽ. സെക്കൻഡറി കോയിൽ. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ഔട്ട്പുട്ട്. എന്താ പറയുക? ഔട്ട്പുട്ട്. റെഡിയാണല്ലോ? ഇത് രണ്ടും റെഡിയാണ്. ഇനി ഇതിനെ പഠിച്ച 4 പോയിന്റുകൾ ഇതുപോലെ തന്നെ നമുക്ക് എപ്പോഴാണ് എന്തിനാ സ്റ്റെപ്പ് ഉപയോഗിക്കുക? കൂടിയ വോൾട്ടേജിനെ കുറക്കാൻ വേണ്ടി. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ആട്ടോ, മാറിപ്പോയതാണ്. സ്റ്റെപ്പ് ഡൗൺ എന്തിനാ ഉപയോഗിക്കുക? കൂടിയ വോൾട്ടേജിനെ കുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ സ്റ്റെപ്പ് ഡൗണിൻ്റെ പ്രൈമറിയിലേക്ക് നമ്മൾ കൂടിയൊരു വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ 230 വോൾട്ട് കൊടുത്തു വിചാരിക്കാം. ഇവിടേക്ക് നമുക്കൊരു 6 വോൾട്ടാക്കി മാറ്റം വിചാരിക്കാം. കുറഞ്ഞ വോൾട്ടായില്ലേ അല്ലേ? അപ്പോൾ 230 വോൾട്ടിനെ 6 വോൾട്ട് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പോൾ എവിടെയാണ് വോൾട്ടേജ് കൂടുതൽ?
പ്രൈമറിയിലാണോ സെക്കൻഡറിയിലാണോ വോൾട്ടേജ് കൂടുതൽ? ഈ എക്സാമ്പിൾ വെച്ച് നോക്കി കാണാൻ പറ്റും. പ്രൈമറിയിൽ നമ്മൾ ഇവിടെ കൊടുത്തത് 230 വോൾട്ടാണ്, സെക്കൻഡറിയിൽ നമ്മൾക്ക് ലഭിച്ചത് 6 വോൾട്ടാണ്. അപ്പോൾ എവിടെയാണ് വോൾട്ടേജ് കൂടുതൽ? യെസ്, എവിടെയാണ്? പ്രൈമറിയിലാണ് വോൾട്ടേജ് കൂടുതൽ അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ച നേരെ ഓപ്പോസിറ്റ് ആട്ടോ. ഒന്ന് പഠിച്ചാൽ മതി അവിടെ, അത് പഠിച്ചുകൊണ്ട് ഇത് പഠിച്ചില്ലെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് എടുത്താൽ മതി. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് അപ്പോൾ എന്താ വരിക? ഫസ്റ്റ് പോയിന്റ് എന്താ വരിക? ഞങ്ങൾ പറയും ഫസ്റ്റ് പോയിന്റ് എന്ത് വരും? വോൾട്ടേജ് ആണ് ഫസ്റ്റ് പോയിന്റ് അല്ലേ? ഫസ്റ്റ് പോയിന്റ് വോൾട്ടേജ് ആണ്. വോൾട്ടേജ് എങ്ങനെയാണ്? പ്രൈമറിയിലാണ് 230, സെക്കൻഡറിയിൽ 6. അപ്പോൾ എവിടെ വോൾട്ടേജ് കൂടുതൽ? പ്രൈമറിയിലാണ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു നോക്കി. യെസ്, അത് തന്നെ. എന്ത്? പ്രൈമറി വോൾട്ടേജ് സെക്കൻഡറിയേക്കാൾ കൂടുതലാണ്. എന്താണ്? പ്രൈമറി വോൾട്ടേജ് സെക്കൻഡറിയേക്കാൾ കൂടുതലാണ്. ഇംഗ്ലീഷ് മീഡിയക്കാരെന്ന് പറഞ്ഞു നോക്കി. പ്രൈമറി വോൾട്ടേജ് ഈസ് ഹയർ ദാൻ ദി സെക്കൻഡറി വോൾട്ടേജ്. പ്രൈമറി വോൾട്ടേജ് ഈസ് ഹയർ ദാൻ ദി സെക്കൻഡറി വോൾട്ടേജ്. നെക്സ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് വോൾട്ടേജ് കൂടുതൽ അവിടെ ചുറ്റിക്കളി കൂടുതലായിരിക്കും. എവിടെ വോൾട്ടേജ് കൂടുതൽ? പ്രൈമറിയിലാണ്. അവിടെ ചുറ്റിക്കളിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. എന്താണ്? അപ്പോൾ അടുത്ത പോയിന്റ്, പ്രൈമറി കമ്പിച്ചുറ്റുകളുടെ എണ്ണം. എങ്ങനെ? പ്രൈമറി കമ്പിച്ചുറ്റുകളുടെ എണ്ണം സെക്കൻഡറിയേക്കാൾ കൂടുതലാണ്. ഇംഗ്ലീഷ് മീഡിയക്കാരെന്ന് പറഞ്ഞു നോക്കിയും. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി പ്രൈമറി കോയിൽ ഈസ് ഹയർ ദാൻ ദി നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി കോയിൽ. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി പ്രൈമറി കോയിൽ ഈസ് മോർ ദാൻ ദി നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി കോയിൽ. അങ്ങനെയും പറയാം. ഓക്കെ, 2 പോയിന്റ് കിട്ടിയല്ലോ. 2 പോയിന്റ് കിട്ടി. ഓക്കെ, റെഡി. അപ്പോൾ 2 പോയിന്റിന് ഇപ്പോൾ ആര് മുന്നിട്ടിരിക്കുകയാണ്? നമ്മളെ പ്രൈമറി മുന്നിട്ടിരിക്കുകയാണ്. ഇനി സെക്കൻഡറി കേട്ടോ. സെക്കൻഡറി എന്താ പ്രത്യേകത നോക്കി കണ്ട? തിക്നെസ് കൂടുതലല്ലേ? 3ാമത്തെ പോയിന്റ് കിട്ടിയപ്പോൾ എന്താ തിക്നെസ്? അപ്പോൾ അങ്ങനെ എഴുതാം. തിക്നെസ് ഓഫ് ദി എവിടെ കൂടുതൽ? സെക്കൻഡറിയിലല്ലേ കൂടുതൽ? ഓക്കെ. തിക്നെസ് ഓഫ് ദി സെക്കൻഡറി കോയിൽ ഈസ് ഹയർ ദാൻ ദി പ്രൈമറി. തിക്നെസ് ഓഫ് ദി സെക്കൻഡറി കോയിൽ ഈസ് ഹയർ ദാൻ ദി പ്രൈമറി. മലയാളികൾ ശ്രദ്ധിക്കാം. അതായത് എങ്ങനെ? സെക്കൻഡറി കമ്പിച്ചുറ്റുകളുടെ കനം, സെക്കൻഡറി കമ്പിച്ചുറ്റുകളുടെ കനം പ്രൈമറിയേക്കാൾ കൂടുതലാണ്. സെക്കൻഡറി കമ്പിച്ചുറ്റുകളുടെ കനം പ്രൈമറിയേക്കാൾ കൂടുതലാണ്. റെഡിയാണല്ലോ? കനം കൂടിയ ഭാഗത്ത് എന്ത് കൂടും? കറണ്ട്. കാക്ക. ഓക്കെ, കറണ്ട് കനം കേട്ടോ. അപ്പോൾ 4ാമത്തെ പോയിന്റ്, സെക്കൻഡറിയിലെ കറണ്ട്. എങ്ങനെ? സെക്കൻഡറിയിലെ കറണ്ട് പ്രൈമറിയേക്കാൾ കൂടുതലാണ്. മനസ്സിലായല്ലോ? ശരിക്കും ശ്രദ്ധിക്കുക. നമ്മൾ സ്റ്റെപ്പ് അപ്പ് പഠിച്ചു വെക്കുക, സ്റ്റെപ്പ് ഡൗൺ ഓപ്പോസിറ്റ് എടുക്കുക. സ്റ്റെപ്പ് ഡൗൺ നേരെ ഓപ്പോസിറ്റാണ്. നേരത്തെ പറഞ്ഞുകൊണ്ടാണ് വിശദീകരിച്ച് പറയാതിരിക്കുന്നത്. ഞാൻ ഒന്നും കൂടി സൂചിപ്പിക്കാം. നോക്കുക, ശ്രദ്ധിക്കുക. ഇവിടെയാണ് വോൾട്ടേജ് കൂടുതൽ, ഇവിടെയാണ് വോൾട്ടേജ് കുറവ്. എങ്ങനെ മനസ്സിലായി? സ്റ്റെപ്പ് ഡൗൺ എന്തിനാ ഉപയോഗിക്കുക? ഹയസ്റ്റ് വോൾട്ടേജിന് അല്ലെങ്കിൽ ഉയർന്ന വോൾട്ടേജിനെ കുറഞ്ഞ വോൾട്ടേജ് ആക്കി മാറ്റാൻ. അപ്പോൾ വോൾട്ടേജ് കൂടിയത് എവിടെയാണ്? ഇവിടെയാണ്. ഇതേതാ കോയില്? പ്രൈമറി കോയിൽ അല്ലേ? ആ പ്രൈമറി കോയിലിൻ്റെ വോൾട്ടേജ് സെക്കൻഡറിയേക്കാൾ കൂടുതലാണ്. 1ാമത്തെ പോയിന്റ് കിട്ടി. ഇത് മനസ്സിൽ വേണം കേട്ടോ. പരീക്ഷയ്ക്ക് ഇത് പല രീതിയിലും ചോദിക്കുന്നുണ്ട്. എങ്ങനെയെന്നുള്ള നമ്മൾ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കി വെക്കാം. 2ാമത് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? എവിടെയാണോ വോൾട്ടേജ് കൂടുതൽ അവിടെ എന്തായിരിക്കും? നമ്പർ ഓഫ് ടേൺസ്, ചുറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും. ഇവിടെ വോൾട്ടേജ് കൂടുതൽ, ഇവിടെ ചുറ്റുകളുടെ എണ്ണം കൂടുതലല്ലേ? അപ്പോൾ അടുത്ത പോയിന്റ് കിട്ടി. എന്താ അടുത്ത പോയിന്റ്? പറഞ്ഞോളീം. എന്താണ്? പ്രൈമറിയിലെ കമ്പിച്ചുറ്റുകളുടെ എണ്ണം സെക്കൻഡറിയേക്കാൾ കൂടുതലാണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി പ്രൈമറി ഈസ് ഹയർ ദാൻ ദി സെക്കൻഡറി. 3ാമത്തെ ഫുള്ള് പഠിക്കുക. 3ഉം 4ഉം പഠിത്തണേ. എന്താ ഒന്ന്? കമ്പിച്ചുറ്റുകളുടെ കനം കൂടുതലാണ്. സെക്കൻഡറിയിലെ കമ്പിച്ചുറ്റുകളുടെ കനം പ്രൈമറിയേക്കാൾ കൂടുതലാണ്. അടുത്ത കനം കൂടിയെടുത്ത് എന്ത് കൂടും? കറണ്ട് കൂടും അല്ലേ? അപ്പോൾ അടുത്ത പോയിന്റ് എന്താണ്? സെക്കൻഡറിയിലെ കറണ്ട് പ്രൈമറിയേക്കാൾ കൂടുതലാണ്. ഓക്കെ, റെഡിയാണല്ലോ? ഈ 4 കാര്യങ്ങൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് ഡൗണും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ 2 ട്രാൻസ്ഫോമർ കൂടി കാണാതെ പഠിക്കേണ്ട, 1 പഠിച്ചാൽ മതി. ഏത്? സ്റ്റെപ്പ് അപ്പ് മാത്രം പഠിച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റെപ്പ് ഡൗൺ കിട്ടും. ശരിക്കും സ്റ്റെപ്പ് വേണ്ട പഠിച്ച് റെഡിയാക്കി വെക്കാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ട്രാൻസ്ഫോമർ സമവാക്യമാണ്. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ മാത്രം പഠിക്കുക, അതിനെ നേരെ ഓപ്പോസിറ്റ് എന്തെടുക്കുക? സ്റ്റെപ്പ് ഡൗൺ ആക്കി എടുക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ട്രാൻസ്ഫോമറിൻ്റെ സമവാക്യമാണ്. ട്രാൻസ്ഫോമർ സമവാക്യം നോക്കുക. ദാറ്റ് ഈസ് VS by VP സമം NS by
NP, NS/NP. ഇതാണ് ട്രാൻസ്ഫോമർ ഇക്വേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ സമവാക്യം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇതിൽ ഓരോ ടേംസും അറിയണം. എന്താണ് VS, എന്താണ് VP, എന്താണ് NS, എന്താണ് NP നമുക്ക് കൃത്യമായിട്ട് അറിയണം. ഓക്കെ, അത് അറിഞ്ഞിരിക്കണം. അത് വെച്ചുകൊണ്ട് പ്രോബ്ലംസ് വരുന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ആ പ്രോബ്ലംസ് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ഈ വക കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒന്ന് V എന്ന് നമുക്ക് എല്ലാവർക്കും വോൾട്ടേജ്, S എന്താ അറിയോ? S സെക്കൻഡറി ആണ്. അപ്പോൾ VS എന്തായിരിക്കും? VS എന്തായിരിക്കും? സെക്കൻഡറി വോൾട്ടേജ്. സെക്കൻഡറി വോൾട്ടേജ്. ഓക്കെ, സെക്കൻഡറി വോൾട്ടേജ് ആണ് ഏതെന്ന് പറയുന്നത്? VS എന്ന് പറയുന്നത്. VP എന്ന് പറയുന്നതോ? VP എന്ന് പറഞ്ഞാൽ അപ്പം എന്തായിരിക്കും? V വോൾട്ട്, P പ്രൈമറി. അപ്പോൾ VP എന്തായിരിക്കും? പ്രൈമറി വോൾട്ടേജ്. എന്താ പറയുക? പ്രൈമറി വോൾട്ടേജ് ആണ് ഏതെന്ന് പറയുന്നത്? VP എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് മീഡിയക്കാരിലും മലയാളം മീഡിയത്തിലൊക്കെ പ്രൈമറി വോൾട്ടേജ് എന്ന് പറയാം. ഇനി NS എന്താ? NS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N എന്ന നമ്പറാണ്. S എന്താ അറിയാം? സെക്കൻഡറിയിൽ എന്തിനാ നമ്പർ ഉള്ളത്? സെക്കൻഡറിയിൽ ചുറ്റുകൾക്കാണ് നമ്പർ ഉള്ളത്. അപ്പോൾ NS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണമാണ്. NS എന്താണ്? സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം. മനസ്സിലാക്കി വെക്കുക. NS എന്താണ്? സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണമാണ് NS. സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണമാണ് എന്ത് പറയാം? NS എന്ന് പറയും. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം, അതായത് നമ്പർ ഓഫ്, ഓക്കെ ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി. മലയാളം പഠിക്കാൻ ശ്രദ്ധിക്കുക. എന്താണ്? സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം. സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം. NP എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പോൾ? അതെ, എന്താണ്? പ്രൈമറി ചുറ്റുകളുടെ എണ്ണം. പ്രൈമറി ചുറ്റുകളുടെ എണ്ണം. ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ എന്താ പറയുക? നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. ബോർഡ് വ്യക്തമായി കാണുന്നില്ലെങ്കിൽ കേട്ട് നിങ്ങൾ എഴുതണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ സാധനങ്ങൾ പഠിച്ചു വെക്കുക. ഏത്? ട്രാൻസ്ഫോമർ ഇക്വേഷൻ പഠിച്ചു വെക്കുക. എന്താണ്? VS/VP = NS/NP. അപ്പോൾ ഇത് വെച്ച് എങ്ങനെയാണ് പ്രോബ്ലം എന്നുള്ളതാണ് അടുത്ത എപ്പിസോഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.